നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 23 ഞായറാഴ്ചയാണ്. മീനം 9. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനമാണിന്ന്. BJP സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ തുടരുമോ എന്ന കാര്യത്തിൽ ഇന്നൊരു വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ഞായറാഴ്ചയാവട്ടെ, നല്ല വാർത്തകൾ വരട്ടെ. മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ തുടരുമോ എന്ന് ഇന്നറിയാം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള നോമിനേഷനും സൂക്ഷ്മ പരിശോധനയും ഇന്ന് നടക്കും. നാളെ വോട്ടെടുപ്പും ഫലപ്രഖ്യാപനവും നടക്കും. BJP സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ തുടരുമോ, പുതിയ നേതൃത്വം വരുമോ എന്ന് ഇന്നറിയാം. കേന്ദ്ര നിരീക്ഷകൻ പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിൽ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്ന ആളാകും ഔദ്യോഗിക സ്ഥാനാർത്ഥി. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിനാൽ അവ കഴിയും വരെ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരാൻ സാധ്യതയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MP സീറ്റ് വിജയിപ്പിക്കാനായതും വോട്ട് ഷെയർ ഉയർത്തിയതും കെ സുരേന്ദ്രന് അനുകൂല ഘടകങ്ങളാണ്. എന്നാൽ RS പക്ഷം MT രമേശിനെ നേതൃത്വത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗ്രൂപ്പിന് പുറത്തുനിന്നുള്ള ആളെ പരിഗണിച്ചാൽ രാജീവ് ചന്ദ്രശേഖരനും സാധ്യതയുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ പേരും ചർച്ചയിലുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2-നും 3-നും ഇടയിൽ നോമിനേഷൻ നൽകാം. ഒന്നിലധികം നോമിനേഷന് സാധ്യതയില്ല. ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ നോമിനേഷൻ നൽകാൻ തയ്യാറായാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കും. വൈകിട്ട് 4-ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. തിങ്കളാഴ്ച വോട്ടെടുപ്പും പ്രഖ്യാപനവും ഉണ്ടാകും. സംസ്ഥാന സമിതി യോഗത്തിലാകും ഔദ്യോഗിക പ്രഖ്യാപനം. 24 തിരുവനന്തപുരം. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയതിലെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ട് സുപ്രീം കോടതി. പണം കണ്ടെത്തിയതിന്റെ ചിത്രവും ദൃശ്യങ്ങളും റിപ്പോർട്ടിലുണ്ട്. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വാദം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഇതിലിപ്പോൾ യശ്വന്ത് വർമ്മയുടെ വിശദീകരണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇത് ഗൂഢാലോചനയുടെ ഭാഗം എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. സുപ്രീം കോടതി കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കൊക്കെയുടെ, കൊളീജിയം കടുത്ത നടപടിയിലേക്ക് കടക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കൊക്കെയുടെ അദ്ദേഹത്തിൻ്റെ വിശദീകരണം എത്രത്തോളം ഒരു പ്രതിരോധം ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സാധ്യമാകുന്നുണ്ട്? ബൽറാം. റിജിത്ത, ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവത്തിലാണ് അദ്ദേഹം നൽകിയ വിശദീകരണവും ഒപ്പം തന്നെ ഈ വിഷയത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശമനുസരിച്ച് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നൽകിയ റിപ്പോർട്ടും സുപ്രീം കോടതി പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിലൂടെ തന്നെയാണ് ഈ രണ്ട് റിപ്പോർട്ടുകളും പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ യശ്വന്ത് വർമ്മ വിശദീകരണമായി നൽകിയിരിക്കുന്നത് പ്രധാനമായും താൻ ആ സമയത്ത് വസതിയിൽ ഉണ്ടായിരുന്നില്ല, എന്താണ് സംഭവിച്ചത് എന്ന് തനിക്ക് അറിയില്ല. താൻ 15-ാം തീയതി മാത്രമാണ് വസതിയിൽ തിരികെ എത്തിയത്. ഈ 14-നാണ് പണം കണ്ടെത്തുന്നത്. ഇത് സംബന്ധിച്ച് തനിക്ക് യാതൊരു അറിവുമില്ല എന്നും സംഭവിച്ചത് ഗൂഢാലോചനയാണ് എന്നും തനിക്കെതിരായ ഗൂഢാലോചനയാണ് ഇതിനെല്ലാം പിന്നിൽ എന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. എന്തായാലും ഈ ഒരു വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ള സാഹചര്യത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം ഈ ഡൽഹി ഹൈക്കോടതി ജഡ്ജി സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ സംഭവത്തെക്കുറിച്ച് ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമാണ് എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. 3-അംഗ അന്വേഷണ സമിതിയെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി. സംഭവത്തിൽ ദുരൂഹതകൾ നിലനിൽക്കുക തന്നെയാണ്. തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജഡ്ജി. താൻ വസതിയിൽ ഇല്ലാത്തപ്പോഴാണ് എന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചനയാണ് എന്നും വിശദീകരിക്കുമ്പോൾ ഈ അന്വേഷണ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ വ്യക്തമാകുക. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് 3-അംഗ അന്വേഷണ സമിതിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരായിരിക്കും അതിൽ വളരെ വിശദമായ അന്വേഷണം നടത്തുക. പാർട്ടി കോൺഗ്രസിനുള്ള സംഘടനാ രേഖയ്ക്ക് അംഗീകാരം നൽകുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ ഇന്നും തുടരും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് 75 വയസ്സ് പ്രായപരിധി കർശനമായി പാലിക്കാനാണ് നേരത്തെ നേതൃയോഗത്തിൽ തീരുമാനമെടുത്തത്. എന്നാൽ പ്രായപരിധി കർശനമായി പാലിച്ചാൽ 7 PB അംഗങ്ങൾ ഒന്നിച്ചൊഴിയേണ്ടി വരുമെന്നും അനുഭവ സമ്പത്തുള്ള നേതാക്കൾ ഒന്നിച്ചൊഴിയുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതേസമയം പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും പാർട്ടി അംഗസംഖ്യ വർദ്ധിച്ചു എന്നാണ് സംഘടനാ റിപ്പോർട്ട് പറയുന്നത്.
സംസ്ഥാനത്ത് വേനൽ മഴ ഇന്നും തുടരും. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 2 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ഈ ജില്ലകളിൽ 24 മണിക്കൂറിൽ 64 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും എന്നാണ് അറിയിപ്പ്. ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ വിവിധ സ്ഥലങ്ങളിൽ മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്തിരുന്നു. കണ്ണൂർ മട്ടന്നൂരിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. വാഹന ഉടമ കൂടിയായ അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥിയുടെ മാതാവിനെതിരെയാണ് മട്ടന്നൂർ പോലീസ് കേസെടുത്തത്. ലൈസൻസ് ഇല്ലാത്തവർക്ക് വാഹനം നൽകിയതിനാലാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമുള്ള നടപടി. മട്ടന്നൂർ എയർപോർട്ട് റോഡിന് സമീപമുള്ള തെളുപ്പ് എന്ന സ്ഥലത്തെ കനാലിലേക്കാണ് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ സംഘത്തിന്റെ സന്ദർശനം അത് തുടരുകയാണ്. ജസ്റ്റിസ് BR ഗവായുടെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘമാണ് സന്ദർശനം നടത്തുന്നത്. ഇന്നലെ ജഡ്ജിമാർ ചുരാചന്ദ്പൂരിലെയും ബിഷ്ണുപൂരിലെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുകയും മെയ്റാങ്കിലെ കലാപബാധിത മേഖലകളിലെത്തി ആളുകളെ നേരിൽ കണ്ട് സാഹചര്യം വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഇന്ന് മണിപ്പൂർ ഹൈക്കോടതിയിൽ നടക്കുന്ന പരിപാടിയിൽ സുപ്രീം കോടതി ജഡ്ജിമാരും പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് ജഡ്ജിമാർ ജനങ്ങൾക്ക് ഉറപ്പു നൽകി. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24-ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുന്നു. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. SKN40 സംസ്ഥാന പര്യടനം ഇന്ന് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര ടൗണിൽ നിന്ന് ആരംഭിക്കുന്ന മോർണിംഗ് ഷോയിൽ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർക്കൊപ്പം മാവേലിക്കര മോട്ടോർ വാഹന വകുപ്പും വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂളിലെ വിദ്യാർത്ഥികളും ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ ഒപ്പം ചേരും. 24 കണക്റ്റും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് ആലപ്പുഴ ജില്ലയിൽ നിർമ്മിച്ചു നൽകുന്ന ആദ്യ വീടിന്റെ താക്കോൽദാനവും SKN നിർവഹിക്കും. ഓട്ടോ തൊഴിലാളികളുടെ ലഹരി വിരുദ്ധ യാത്രയ്ക്കൊപ്പം SKNും 24 ടീമും മാവേലിക്കര മാർക്കറ്റിൽ എത്തിച്ചേരും. 12 മണിക്ക് വലിയഴീക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും വൈകിട്ട് 3 മണിക്ക് മണ്ണാർശാല ഗവൺമെന്റ് UP സ്കൂളിലും ലഹരി വിരുദ്ധ പരിപാടികൾ SKN ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് ആലപ്പുഴ നഗരത്തിലെ കൈചൂണ്ടിമുക്കിൽ അവലൂക്കുന്ന് വായനശാലയിലാണ് ജില്ലയിലെ ആദ്യ ദിന പര്യടനത്തിന്റെ സമാപന സമ്മേളനം നടക്കുക. ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്രയുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് കാണാം. അതിന് 24-ന്റെ SKN40 എന്ന കവറുള്ള യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജുകളിലും പ്രേക്ഷകർക്ക് സന്ദർശിക്കാവുന്നതാണ്. കണ്ണൂരിൽ ലഹരി പ്രതിരോധ പ്രവർത്തനത്തിനിറങ്ങിയ പഞ്ചായത്ത് പ്രസിഡന്റിന് നേരെ ഭീഷണി. മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ ആബിദിന്റെ പരാതിയിൽ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. പഞ്ചായത്ത് പരിധിയിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് ലഹരി വിൽപ്പനക്കാരുടെ വിവരം പോലീസിന് നൽകിയതിനാണ് ഭീഷണി. ലഹരി മാഫിയ നാട്ടിൽ പിടിമുറുക്കിയതോടെയാണ് ജനകീയ പ്രതിരോധം തീർക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചത്. മാടായി, മാട്ടൂൽ പഞ്ചായത്തുകളിലെ യുവജനങ്ങളെ സംഘടിപ്പിച്ച് ധീര എന്ന പേരിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ടാക്കി. 800-ലധികം പേരുണ്ട് ഇതിൽ അംഗങ്ങളായി. ലഹരി വിൽക്കുന്നവരെയും ഉപയോഗിക്കുന്നവരെയും തേടി സംഘമിറങ്ങി. പോലീസ് കൂടി ചേർന്നതോടെ ലഹരി വിൽപ്പനക്കാരായ 15 പേരെ പിടികൂടാനായി. ലഹരി സംഘങ്ങൾ തമ്പടിക്കുന്ന പഴയ കെട്ടിടങ്ങൾ പലതും ധീരയുടെ പ്രവർത്തകർ ഇടിച്ചു നിരത്തി. പിന്നാലെ എത്തി ലഹരി സംഘങ്ങളുടെ ഭീഷണി. എത്ര വലിയ കേസായാലും പെട്ടെന്ന് ഊരിപ്പോവുക. അപ്പം അങ്ങനെ ഊരിപ്പോയ കുറേ ആൾക്കാർ പിന്നീട് കാണുന്നത് സോഷ്യൽ മീഡിയയിലൂടെയും അതിനപ്പുറം ഫോൺ കോളിലൂടെയുള്ള ഭീഷണിയാണ്. അപ്പോൾ ഫോൺ കോളിലൂടെയൊക്കെ വിളിച്ച് പറയുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് പണി തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളിലെ അവർക്ക് നമ്മൾ കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ധീരയുടെ പ്രവർത്തകരും എല്ലാവരുടെ വീട്ടിലെ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ എന്താണെന്നുള്ളത് പണി വഴിയേ വരും. ആ പണി ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡി ആയിക്കോ, കാരണം നിങ്ങൾ ആരെയും നമ്മൾ വെച്ച് ഉറപ്പിക്കില്ല എന്നുള്ള രീതിയിലാണ് ഭീഷണികൾ. പ്രസിഡന്റിന്റെ പരാതിയിൽ പഴയങ്ങാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഭീഷണികൾ എന്തെല്ലാം വന്നാലും ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് ഹാരിഷ ടീച്ചറും ജനകീയ സംഘവും പറയുന്നു. 24 കണ്ണൂർ. പള്ളിത്തർക്കത്തിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുമെന്ന് യാക്കോബായ സഭയുടെ നിയുക്ത കാത്തോലിക്ക ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ്. പ്രശ്നപരിഹാരത്തിനായി ഓർത്തഡോക്സ് സഭാ നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. എന്നാൽ കോടതി വിധികളിൽ നിന്ന് മാറി ചിന്തിച്ചാൽ മാത്രമേ പ്രശ്നപരിഹാരം ഉണ്ടാകൂ എന്നും ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് 24-നോട് പറഞ്ഞു.
പുതിയ അധ്യക്ഷനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് യാക്കോബായ സുറിയാനി സഭ. മാർച്ച് 25-ന് ലെബനോണിൽ നടക്കുന്ന ചടങ്ങിൽ കാതോലിക്ക ബാവയായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയെ പാത്രിയർക്കീസ് ബാവ വാഴിക്കുകയാണ്. ഇപ്പോൾ 24-നോടൊപ്പം നിയുക്ത കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായുമായ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് ചേരുകയാണ്. ഒരു സുപ്രധാന ദൗത്യത്തിലേക്ക് അല്ലെങ്കിൽ ചുമതലയിലേക്ക് കടക്കുമ്പോൾ മുന്നിലുള്ള വെല്ലുവിളിയായി തോന്നുന്നത് സഭാ തർക്കം തന്നെയാണോ? നിശ്ചയമായിട്ടും നൂറ്റാണ്ട് പഴക്കം എന്നൊക്കെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. തീർക്കണം, ശാശ്വതമായ സമാധാനം സഭകളിൽ സ്ഥാപിക്കാൻ ഉള്ള പ്രവർത്തനത്തിന് എല്ലാ അർത്ഥത്തിലും മുൻതൂക്കം കൊടുക്കും. സഭ ഏത് കാലത്തും സമാധാന ചർച്ചകൾക്കും ശാശ്വത പരിഹാരത്തിനും വാതിൽ തുറന്നിട്ടിരുന്നു. രണ്ട് സഭകളായി സഹോദരി സഭകളെ പോലെ പരസ്പരം സഹകരിച്ചും പരസ്പരം സ്നേഹിച്ചും പരസ്പരം ആദരിച്ചും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആ ഒരു സാഹചര്യത്തിലേക്ക് വരാനായിട്ട് ദേവലോകം സഭാ നേതൃത്വത്തിന് കഴിയണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. കോടതി വിധികൾ അനേകം വന്നിട്ടുണ്ട്, അതുകൊണ്ടൊന്നും ഒരു പരിഹാരമുണ്ടായിട്ടുമില്ല. സുപ്രീം കോടതി വിധി അന്തിമവിധി എന്നൊക്കെ 2017 കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരു അന്തിമവിധിയായിട്ട് നമ്മളതിനെ കാണുന്നില്ല. കാരണം കോടതിയിൽ നമ്മൾക്ക് പറയാനുള്ളതും നമ്മൾക്ക് നിഷേധിക്കപ്പെട്ട നീതി സംബന്ധിച്ചുമൊക്കെ കോടതി ഇപ്പോഴും ബോധ്യപ്പെടുത്താനായുള്ള ശ്രമം തുടരുന്നുണ്ട്. കോടതി വ്യവഹാരങ്ങൾക്കപ്പുറം രണ്ട് നേതൃത്വങ്ങൾ തമ്മിൽ നേരിട്ടിരുന്ന് ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിച്ചുകൂടെ? ഇനിയാണെങ്കിലും നേരിട്ടുള്ള ചർച്ചകൾക്ക് സഭ തയ്യാറാണ്. അപ്പം എത്ര ചർച്ച ചെയ്താൽ അവസാനം വന്നു നിൽക്കുന്നത് സുപ്രീം കോടതി വിധി 34 കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ നിന്നും ഒരു മാറി ചിന്തിക്കുന്നതിന് മറുവിഭാഗം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. വഴക്കും ലഹളകളും വ്യവഹാരങ്ങളും ഒക്കെ അവസാനിക്കണം. നേരിട്ടുള്ള ചർച്ചകൾക്കൊന്നും നമ്മൾ ഒരിക്കലും ഒരു തടസ്സമല്ല, അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. പാത്രിയർക്കീസ് ബാവയുടെ കാതോലിക്കയെ വാഴിക്കുവാനുള്ള തീരുമാനം അത് നീതി നിഷേധമാണ് എന്ന് പറയുന്നു. ഈ വിമർശനങ്ങളോടുള്ള സഭയുടെ നേതൃത്വത്തിന്റെ മറുപടി എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ഇവന്റ്സ് നടക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സഭ എന്നുള്ള നിലയിൽ പ്രതിനിധികൾ അയക്കുന്ന ഒരു രീതിയുണ്ട്. അതിനനുസരിച്ച് മാത്രമേ അതിൽ പുതുമയൊന്നും ഉള്ളതായിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രതികരണത്തിലും എനിക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പറയുന്ന പാഴ്വാക്കുകളൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു. നമ്മളതിനെയൊന്നും കാര്യമായിട്ട് കാണുന്നില്ല. ശാശ്വത പരിഹാരത്തിന് യാക്കോബായ സഭയുടെ പുതിയ നേതൃത്വം തുറന്ന വാതിൽ അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി ശുഭപ്രതീക്ഷയുടെയും വാതിലും തുറന്നിടുകയാണ്. ക്യാമറമാൻ സന്തോഷിനൊപ്പം ഗീസ് പീറ്റർ, 24. ആശാ വർക്കേഴ്സിന്റെ സമരം അത് തുടരുകയാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളുമായി ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് 42ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. അനിശ്ചിതകാല നിരാഹാര സമരവും തുടരുകയാണ്. ആശാ വർക്കേഴ്സിന്റെ സമരത്തിനെതിരെ മന്ത്രി ആർ ബിന്ദു ഇന്നലെ അതിരൂക്ഷ വിമർശനം നടത്തിയിരുന്നു. 2 വട്ടം ആരോഗ്യമന്ത്രി ചർച്ച നടത്തിയിട്ടും ഓണറേറിയം 21,000 രൂപയാക്കണമെന്നതും വിരമിക്കലാനുകൂല്യമായി 5 ലക്ഷം നൽകണം എന്നതും അടക്കമുള്ള ആശാ വർക്കേഴ്സിന്റെ ആവശ്യത്തോട് അനുകൂലമായൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടുമില്ല. വയനാട് പുൽപ്പള്ളി പാടിച്ചിറയിൽ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം ജനജീവിതത്തിന് ഭീഷണിയാകുന്നു എന്ന പരാതിയുമായി നാട്ടുകാർ. ഉഗ്രസ്ഫോടനം വഴി വീടുകൾക്ക് നാശം സംഭവിക്കുന്നു എന്നാണ് പരാതി. അധികൃതരുടെ ഒത്താശയിലാണ് പാറമട പ്രവർത്തിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. യുക്രൈനിലും റഷ്യയിലൊക്കെ വലിയ സ്ഫോടനം എന്ന് പറഞ്ഞു കേട്ടില്ല. അതിനേക്കാൾ സ്ഫോടനം ഇവിടെ നടക്കുന്നത്. പ്രസവിച്ചു കിടന്ന കൊച്ച് അവൾ നോക്കുമ്പോൾ ഒരു വലിയൊരു ശബ്ദം കേട്ടു. നോക്കുമ്പോൾ തന്നെ ഭിത്തി ഇങ്ങ് വിരിഞ്ഞു. അവൾ കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടി. പെറ്റ് കിടക്കുന്ന പെണ്ണ്. ഈ അവസ്ഥയാണ്. ഇവിടെ ഒരു കോറ എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇവിടെ വരാൻ പാടില്ല. ഞങ്ങൾക്ക് ഇനി ഒരു പെര വെച്ച് താമസിക്കാൻ പറ്റില്ല. ഇവിടുത്തെ മക്കൾ ഇവരുടെയൊക്കെ പിള്ളേർ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു വീട് അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ആ വീട് പൊട്ടിപ്പൊളിഞ്ഞു പോകാൻ പറഞ്ഞ സ്ഥിതി എന്താ? പാടിച്ചിറ ആരോഗ്യ കേന്ദ്രത്തിനടുത്തുള്ള പാറമടയ്ക്കെതിരെയാണ് ഈ പ്രതിഷേധം. ക്വാറി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി ഉഗ്രസ്ഫോടനം നടത്തുന്നു എന്നാണ് പ്രധാന പരാതി. ഇതുമൂലം വീടുകൾക്ക് നാശം സംഭവിക്കുന്നുവെന്നും കൃഷി നശിക്കുന്നുവെന്നും ആരോപണം. ഈ ക്വാറി നിയമവിരുദ്ധമായി ഇവർക്ക് കൊടുത്തിരിക്കുന്ന അനുമതിക്ക് മേലെ ബ്ലാസ്റ്റിംഗ് നടത്തുന്നതുകൊണ്ട് ഒരേ സമയം ഒറ്റ ബ്ലാസ്റ്റിംഗിൽ തന്നെ 10-25 ലോഡ് കല്ല് കയറ്റി പോകുന്ന വിധത്തിലാണ് ബ്ലാസ്റ്റിംഗ് നടക്കുന്നത്. ഈ ബ്ലാസ്റ്റിങ്ങിൻ്റെ ശക്തി കൂടിയതുകൊണ്ട് പരിസരങ്ങളിലുള്ള ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ വരെ ഇതിൻ്റെ ചീള് തെറിച്ച് കല്ല് തെറിച്ച് വീടുകളുണ്ടായിരുന്നത്. പരിസരത്തുള്ള കൃഷി നശിക്കുന്നതോടൊപ്പം തന്നെ കുടിവെള്ള സ്രോതസ്സുകൾ നഷ്ടപ്പെടുന്നു. പാറമടയ്ക്കെതിരെ പരാതികൾ അനവധി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. നിരവധി തവണ നാട്ടുകാർ
ക്വാറിയുടെ പ്രവർത്തനം സ്തംഭിപ്പിച്ചിരുന്നു. ക്വാറി പ്രവർത്തിക്കാൻ അധികൃതരുടെ ഒത്താശയുണ്ടെന്നും ആരോപണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ക്വാറി തടയുന്ന സമയത്ത് ലൈസൻസ് പരിശോധിച്ചപ്പോൾ ആ വ്യക്തിക്ക് ലൈസൻസ് ഇല്ല എന്ന് പറയുകയും CI കൃത്യമായി അത് രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. അവിടെ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഇയാളെ വിടില്ല എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പക്ഷേ പിറ്റേ ദിവസത്തെ പേപ്പറിലാണ് ഞങ്ങൾ അറിഞ്ഞത് അയാളെ ജാമ്യത്തിൽ വിട്ടെന്നുള്ള കാര്യം. എല്ലാ അനുമതികളോടും കൂടിയാണ് പാറമടയുടെ പ്രവർത്തനമെന്ന് ക്വാറി ഉടമ വിശദീകരിക്കുന്നു. സർക്കാർ നിബന്ധനകൾ പാലിച്ചാണ് സ്ഫോടനം നടത്തുന്നതെന്നും ക്വാറി ഉടമ വ്യക്തമാക്കി. 24 വയനാട്. സർക്കാരിന് പണം കണ്ടെത്താനുള്ള കുറുക്ക് വഴിയാണ് മദ്യവിൽപ്പനയെന്ന് KCBC സർക്കുലർ. പള്ളികളിൽ ഇന്ന് മദ്യവിരുദ്ധ ഞായർ ആചരിക്കാനാണ് ആഹ്വാനം. സർക്കാരിന്റെ മദ്യവിരുദ്ധ പ്രചാരണങ്ങൾ ഫലം കാണുന്നില്ല എന്നും വിമർശനം. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, നേരത്തെ തന്നെ സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തിൽ KCBC അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് പല ഘട്ടങ്ങളിലായി. ഇപ്പോഴത് മദ്യവിരുദ്ധ ഞായർ ആചരിക്കുക എന്നതും പള്ളികളിൽ സർക്കുലർ വായിക്കുക എന്നുള്ള നിലയിലേക്കും KCBC പോകുന്നു. വിശദാംശങ്ങൾ എന്താണ് അമൽ? മദ്യത്തിനെതിരായിട്ടുള്ള KCBCയുടെ യുദ്ധം ഒരിക്കൽ കൂടി തുടങ്ങുകയാണ് എന്ന് വേണം പറയാൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മദ്യവിരുദ്ധ ഞായറായിട്ട് കേരളത്തിലെ കത്തോലിക്ക പള്ളികളിൽ ആചരിക്കുവാനുള്ള ഒരു ആഹ്വാനം കേരള കത്തോലിക്ക മെത്രാൻ സഭയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഇത് KCBC ആണ് പിന്നീട് ഇതിന്റെ സർക്കുലർ പുറപ്പെടുവിച്ചത്. ഏതായാലും ഇന്ന് കുർബാനയ്ക്കിടെ സർക്കുലർ പള്ളികളിൽ വായിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ സർക്കുലറിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് KCBCയുടെയും കത്തോലിക്ക സഭയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് മാറി വരുന്ന തുടർഭരണം കിട്ടി മാറി വരുന്ന സർക്കാരുകൾ പിന്നീട് തങ്ങൾക്ക് പണം കണ്ടെത്താനുള്ള ഏറ്റവും മികച്ച കുറുക്കുവഴിയായിട്ട് മദ്യവിൽപ്പനയെ കാണുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ബ്രൂവറി വിഷയത്തിലും IT പാർക്കുകളിൽ ബിയർ വൈൻ പാർലറുകൾ തുടങ്ങാനുള്ള നീക്കത്തിലും സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സർക്കുലറിലുള്ളത്. അതോടൊപ്പം കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കാരിന്റെ മദ്യവിരുദ്ധ നിലപാടുകൾ അല്ലെങ്കിൽ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും ഫലം കാണുന്നില്ല എന്നൊരു വിമർശനവും ഈ ഒരു സർക്കുലറിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഏതായാലും മദ്യത്തിനെതിരായിട്ടുള്ള കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിന്റെ പുതിയ ഒരു പോരാട്ടത്തിന്റെ നാന്ദി കുറിക്കലായിരിക്കും സർക്കുലർ എന്ന് നിസ്സംശയം പറയാം. ശ്രീജിത്ത്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഈ റിപ്പോർട്ടോടുകൂടി മോർണിംഗ് ന്യൂസിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.